ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് റവ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ലാത്ത, സൈഡ് ഡിഷിൻ്റെ ആവശ്യം കൂടെ ഇല്ലാത്ത, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എത്ര കഴിച്ചാലും മതി വരാത്ത അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. വളരെ എളുപ്പമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ്, ഇത് വറുത്ത റവയാണ്, വറുക്കാത്ത റവയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു 3 അല്ലി ചെറിയുള്ളിയാണ്. ഇത് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചിരകിയ തേങ്ങയാണ്. റവയുടെ അതേ അളവ് തന്നെയായിരിക്കണം തേങ്ങ എടുക്കേണ്ടത് കേട്ടോ. ഇത് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മീതെ നിൽക്കണം വെള്ളം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ പരുവം തന്നെയാണ്, കണ്ടില്ലേ? ഇനി നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന് മീതെ നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശ പരത്തുന്നത് പോലെ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിന് മീതെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, അതായത് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നെയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ നമുക്ക് തൂക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മുടെ റവ സ്പെഷ്യൽ ദോശ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ മാവിന് മീതെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് എണ്ണയോ നെയ്യോ മീതെ തൂക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് ദോശ തിരിച്ചിടുന്നത് പോലെ തിരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ചൂടാറിയാലും വളരെ ടേസ്റ്റാണ്. ചൂടോട് കൂടിയായാലും ചൂടില്ലാതെയും നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ തേങ്ങാ ചട്നിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒണിയൻ ചട്നിയോ അല്ലെങ്കിൽ മസാലക്കറിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ മതി. വളരെ ടേസ്റ്റോട് കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആരും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. Hi guys. This is puri item, okay? Tasty. എങ്ങനെയുണ്ട്? അപ്പോൾ റവ സ്പെഷ്യലും കട്ടൻ ചായയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചോദിച്ചോക്ക് കോമ്പിനേഷനാണ്. Special super.